മംഗലാപുരത്തു നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് ദിശ പറഞ്ഞത് ഇവിടെ ഒരു ഉള്ളാൾ മസ്ജിദ് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് പോവാണ്. ഉള്ളാൾ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഉള്ളാളം പള്ളി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഉള്ളാളം പള്ളിയിലേക്ക് പോയട്ടോ. തെന്നിന്ത്യയിലെ അജ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉള്ളാൾ. ഇതൊക്കെ ഇവിടെ നേർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന ആടുകളാണ് കേട്ടോ. ഇവിടുത്തെ ചരിത്ര കഥ എന്താണെന്ന് വെച്ചാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നും മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ കടലിലെ തിരമാലകളുമായി സ്നേഹബന്ധം സ്ഥാപിച്ച് കടലിൽ വസ്ത്രം വിരിച്ച് അതിലിരുന്നു കൊണ്ട് കടൽ മാർഗം ഉള്ളാളത്തേക്ക് വന്നിറങ്ങി എന്ന് പറയപ്പെടുന്നു. അഗതികളെയും നിരാലംബരെയും പാവപ്പെട്ടവരെയും അനാഥരെയും സഹായിച്ചു. ജാതി മതഭേദമന്യേ എല്ലാവർക്കും സേവനങ്ങൾ അർപ്പിച്ചു. പല ഭാഗങ്ങളിൽ നിന്നും ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം തേടിക്കൊണ്ട് ഇവിടെ ആളുകൾ എത്താറുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത ഒരു അമുസ്ലിമിന് ഇവിടെ നിന്നും സംസാരശേഷി ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മംഗലാപുരം തുറമുഖത്ത് വന്ന ഒരു ചരക്കു കപ്പലിൽ നിന്ന് കപ്പൽ അധികൃതരുടെ ഒരു പണസഞ്ചി കടലിലേക്ക് വീണുപോവുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കപ്പൽ അധികൃതർ ഉള്ളാളത്തെക്കുറിച്ച് കേട്ടറിയുകയും വിഷമിച്ചുകൊണ്ട് അവിടത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ മദനി തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങൾ പിറ്റേന്ന് വരാൻ പറയുകയും പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ മദനി തങ്ങൾ ഇരിപ്പിടത്തിന്റെ പിറകിലേക്ക് കൈനീട്ടി ആ സഞ്ചി എടുത്ത് നൽകുകയും ചെയ്തു എന്ന ഒരു അത്ഭുത കഥയും കൂടെ എനിക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു. നമ്മളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ പ്രയാസങ്ങളോ ഇവിടെ വന്ന് പറഞ്ഞാൽ അത് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നന്ദി സൂചകമായി ഇതുപോലെ ആളുകൾ വന്ന് ലോക്ക് ചെയ്യുകയും നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുകയും ചെയ്യാറുണ്ട് എന്ന് എനിക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്ഭുത കഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു.